നടത്തുകയുണ്ടായി. ഇനിയും ആ തത്സമയ സംപ്രേഷണം കാണാം. അതിനു മുൻപ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീയിൽ ഒപ്പിട്ടതിൽ ഇടഞ്ഞ CPIയെ അനുനയിപ്പിക്കാൻ CPIM. ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കൂടിക്കാഴ്ച നടത്തി MA ബേബിയും D രാജയും. നിലപാടിൽ മാറ്റമില്ല എന്ന് മന്ത്രി GR അനിൽ. CPIയുടെ ആവശ്യം പരിഗണിച്ചേ മതിയാകൂ എന്ന് മന്ത്രി J ചിഞ്ചുറാണി. സർക്കാർ കേരളത്തെ ഇരുട്ടിലാക്കിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ സുപ്രധാന വഴിത്തിരിവ്. പ്രായോജകൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ബല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന് വിറ്റ സ്വർണം കണ്ടെത്തി. സ്വർണ്ണക്കട്ടികൾ കണ്ടെത്തിയത് ഗോവർദ്ധന്റെ ഉടമസ്ഥതയിലുള്ള റോധം ജ്വല്ലേഴ്സിൽ നിന്ന്. നിരപരാധിയാണെന്നും എല്ലാ രേഖകളും അന്വേഷണ സംഘത്തിന് നൽകിയെന്നും ഗോവർദ്ധൻ. ആറന്മുളയിലെ പ്രധാന സ്ട്രോങ് റൂമിൽ ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരന്റെ പരിശോധന. ഇടുക്കിയിൽ 62കാരനെ 82കാരി ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തി. അഞ്ഞാർത്തോൾ നിരപ്പേൽ കടയിലാണ് സംഭവത്തിൽ സുകുമാരന്റെ പിതൃസഹോദരിയായ തങ്കമ്മയെ കസ്റ്റഡിയിലെടുത്തു. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കാരണമെന്ന് പോലീസ്. ഇല്ല വരികില്ല, ലയണൽ മെസ്സി വരികില്ല. ലയണൽ മെസ്സിയും അർജന്റീന ടീമും നവംബറിൽ കേരളത്തിലെത്തില്ല. ഫിഫയുടെ അനുമതി ലഭിച്ചില്ല എന്ന് സ്പോൺസർ. മാർച്ച് മാസത്തിൽ അടുത്ത മത്സരത്തിനുള്ള അപേക്ഷ നൽകുമെന്ന് വിശദീകരണം. നവംബറിൽ അർജന്റീനയുടെ ഒരേയൊരു മത്സരം അങ്കോളയിൽ മാത്രം. എതിരാളികളായ ഓസ്ട്രേലിയ നവംബറിൽ അമേരിക്കയിൽ. മെസ്സിയെ നവംബറിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമം തുടരുകയാണെന്ന് കായിക മന്ത്രി. കലുങ്ക് സംവാദത്തിന് പിന്നാലെ പുതിയ പരിപാടിയുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. പുതിയ പരിപാടി SG കോഫി ടൈംസ് എന്ന പേരിൽ. ആദ്യ പരിപാടി നാളെ തൃശൂർ പുതൂർക്കരയിലും അയ്യന്തോളിലും. നീക്കം കലുങ്ക് സംവാദം വിവാദമായതോടെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിന് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. കേരളത്തിലെ നടപടികൾ നവംബർ 1-ന് ആരംഭിക്കും. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും പരിഷ്കരണം കൊണ്ടുവരും. ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക 10 സംസ്ഥാനങ്ങളിൽ. തീരുമാനം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിൽ. സിഡ്നി ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ആശ്വാസ ജയം. ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത് 9 വിക്കറ്റിന്. സെഞ്ചുറി നേടി രോഹിത് ശർമ്മ. അർദ്ധ സെഞ്ചുറി നേടി വിരാട് കോഹ്ലി. ഓളപ്പരപ്പുകളിൽ ആവേശം തീർത്തുകൊണ്ട് എറണാകുളം തൃശൂർ